ഭൂമിയിൽ മഴ പെയ്യുന്നത് നമുക്കറിയാം അല്ലേ? എന്നാൽ ആകാശത്ത് നിന്ന് വജ്രങ്ങൾ മഴയായി പെയ്യുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയല്ല. നമ്മുടെ സൗരയൂഥത്തിലെ നെപ്റ്റ്യൂണിലും യുറാനസിലും നടക്കുന്ന സത്യമാണ്. ഡയമണ്ട് റെയിൻ. ബഹിരാകാശത്തെ ഏറ്റവും അത്ഭുതകരമായ ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. നെപ്റ്റ്യൂൺ, യുറാനസ് എന്നീ ഗ്രഹങ്ങളെ ഐസ് ജയന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്ക് തിളങ്ങുന്ന നീല നിറമാണ്. ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം പരിശോധിച്ചാൽ അവിടെ ധാരാളം മീഥേൻ ഗ്യാസ് ഉണ്ടെന്ന് കാണാം. മീഥേൻ തന്മാത്രകളിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട്. ഇതാണ് വജ്ര നിർമ്മാണത്തിലെ പ്രധാനി. ഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദവും ചൂടും ഭയങ്കരമായി കൂടുന്നു. ഇവിടെ ഭൂമിയിലെ മർദ്ദത്തെക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഈ കഠിനമായ സമ്മർദ്ദത്തിൽ മീഥേൻ തന്മാത്രകൾ തകരുകയും ഹൈഡ്രജനും കാർബണും വേർപിരിയുകയും ചെയ്യുന്നു. വേർപിരിഞ്ഞ കാർബൺ ആറ്റങ്ങൾ ഈ സമ്മർദ്ദത്തിൽ ഒന്നിച്ചു ചേർന്ന് വജ്രത്തിന്റെ ക്രിസ്റ്റലുകളായി മാറുന്നു. ഇത് വായുവിൽ നിന്ന് നേരിട്ട് വജ്രങ്ങൾ മുളച്ചു വരുന്നതിന് തുല്യമായൊരു പ്രക്രിയയാണ്. അങ്ങനെ രൂപപ്പെടുന്ന ലക്ഷക്കണക്കിന് വജ്രങ്ങൾ ഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് മഴയായി പെയ്യാൻ തുടങ്ങുന്നു. ഈ വജ്രമഴയ്ക്ക് 100 കണക്കിന് കിലോമീറ്റർ നീളമുണ്ടാകാം. ആ കാഴ്ച എത്ര മനോഹരമായിരിക്കും! ഇത് വെറും ഒരു സയന്റിഫിക് തിയറി മാത്രമല്ല, ശാസ്ത്രജ്ഞർ ലാബുകളിൽ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. പോളിസ്റ്റൈറീൻ എന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അതിലേക്ക് അതിശക്തമായ ലേസർ രശ്മികൾ കടത്തിവിട്ടു. ആ സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ കുഞ്ഞൻ വജ്രങ്ങൾ, നാനോ ഡയമണ്ട്സ് രൂപപ്പെടുന്നത് അവർ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ നെപ്റ്റ്യൂണിലെ വജ്രമഴ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള വലിപ്പത്തിലായിരിക്കും. പക്ഷേ ഈ വജ്രങ്ങൾ ശേഖരിക്കാൻ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ കഴിയില്ല. അവിടുത്തെ കഠിനമായ താപനിലയും സമ്മർദ്ദവും ഏതൊരു മനുഷ്യനിർമ്മിത വസ്തുവിനെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കും. ഈ പ്രപഞ്ചം നിഗൂഢതകളാൽ നിറഞ്ഞതാണ്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അവിടുത്തെ രഹസ്യങ്ങൾ. ഇതുപോലുള്ള ബഹിരാകാശ വിസ്മയങ്ങൾക്കായി തിങ്ക് ലാബ് ML സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചം നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ആ അറിവുകളിലേക്ക് നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം.